ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് നമ്മൾ ഗോൾഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ നോർമലി ഗോൾഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന എപ്പോഴും ആൻറ്റിക് ഗോൾഡ് കാസർഗോഡിലാണ്. പക്ഷേ ഇത് 29th ഇവിടെ മാംഗ്ലൂരിൽ ഇവരുടെ ഷോറൂം ഓപ്പൺ ആയിട്ടുണ്ട്. സോ നമുക്ക് ഇവിടുത്തെ കളക്ഷൻസും നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് നമ്മൾ പോകുന്നത് മാംഗ്ലൂരിലോട്ടാണ്. അങ്ങനെ നമ്മൾ ഗോൾഡ് എടുക്കാൻ അവിടെ എത്തിയിട്ടുണ്ട്. നല്ല നല്ല കളക്ഷൻസാണ്, മാഷാ അല്ലാ. നെക്ലെസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. ഏതെടുക്കണമെന്ന് വെച്ചിട്ട് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. കുറച്ച് നെക്ലെസ് ഇങ്ങനെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. അത് നോക്കിയിട്ട് നമ്മൾ അത് വേണോ ഇത് വേണോ എന്ന് കൺഫ്യൂസ്ഡാണ്. ഒരാൾക്ക് ഒന്ന് ഇഷ്ടപ്പെടുമ്പോൾ പിന്നെ മറ്റൊരാൾക്ക് മറ്റൊന്ന് ഇഷ്ടപ്പെടും. അങ്ങനെയാണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാം നോക്കി. പിന്നെ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ്, ഇതൊക്കെ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസാണ്. ഇവിടെ ഡിഫറെൻറ്റ് സ്റ്റൈലിലുള്ള ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ഒക്കെ കാണാറുണ്ട്. പിന്നെ ഞാൻ ജസ്റ്റ് ഡയമണ്ട് സെക്ഷനിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡയമണ്ട് നെക്ലേസ്, ഡയമണ്ട് റിങ്സ്, ബാംഗിൾസ് എല്ലാം വെറൈറ്റി ഓഫ് കളക്ഷൻസാണ്. അങ്ങനെ ഡയമണ്ട് റിങ്സ് ഒക്കെ നോക്കി. ഡയമണ്ട് നെക്ലേസ് ഞാൻ വാങ്ങിയിട്ടൊന്നുമില്ല. ഇതിന് മുമ്പും വാങ്ങിയിട്ടില്ല, ഗോൾഡ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. ബട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡയമണ്ട്സ്. ഗോൾഡിൽ നല്ല കളക്ഷൻസാണ്. ഞാൻ വിചാരിച്ചു കാസർഗോഡിൻ്റെ അത്ര കളക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയും നല്ല കളക്ഷൻസാണ്. പുതിയ ഷോറൂമാണ്. ഇവിടെ എടുത്ത് പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സർവീസാണ്. കസ്റ്റമർ സർവീസ് അടിപൊളിയാണ്. ഇവിടെ എത്ര വലിയ ഗോൾഡ് വാങ്ങാൻ വന്നാലും ചെറിയൊരു എമൗണ്ടിലുള്ള ഗോൾഡ് വാങ്ങാൻ വന്നാലും ഒരേപോലെ ട്രീറ്റ് ആക്കും ഇവരുടെ ഒരു സർവീസ് കാണുമ്പോൾ അറിയാം ഇവരെന്തായാലും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ്. അവസാനം 2 നെക്ലെസ് നോക്കിയിട്ട് അത് വേണോ ഇത് വേണോ എന്ന് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. അങ്ങനെ അവസാനം ഒന്ന് സെലക്റ്റാക്കി. പിന്നെ അതിൻ്റെ റേറ്റൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. കാൽക്കുലേറ്റ് ആക്കി. എത്ര വരും, അതാണെങ്കിൽ എത്ര, ഇതാണെങ്കിൽ എത്ര എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ ബാക്കിയുള്ള ഷോപ്പിന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ മേക്കിംഗ് ചാർജും കുറവാണ്. ആൻറ്റിക്കിനൊക്കെ പുറത്ത് നമ്മൾ വേറെ ഷോപ്പിലൊക്കെ ചോദിച്ചപ്പോൾ കൂടുതൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി മുമ്പൊക്കെ. പക്ഷേ ഇവിടെ മേക്കിംഗ് ചാർജ് കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിൻ്റെ ഇടയ്ക്കുണ്ടല്ലോ ബേബി ബലൂൺ വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കായിരുന്നു. ആദ്യം ഒരു ബലൂൺ കൊടുത്തത് അതെവിടെയോ വിട്ടു. ഇപ്പോൾ വീണ്ടും ചോദിക്കുകയാണ് എനിക്ക് ബലൂൺ വേണമെന്നൊക്കെ. പിന്നെ ഉണ്ടല്ലോ ഒരു 4 ഇയേഴ്സായി. 4 ഇയേഴ്സ് തൊട്ട് നമ്മളിവിടേക്ക് തന്നെയാണ് വരുന്നത് ഗോൾഡ് എടുക്കാൻ. കാസർഗോഡിലാണ്. നമുക്ക് ഡിസ്റ്റൻസ് കുറച്ച് പ്രോബ്ലം ആയിരുന്നു, കുറച്ചുകൂടെ ദൂരെ പോവേണ്ടതായിരുന്നു. ഇപ്പോൾ മാംഗ്ലൂരിൽ ഷോറൂം ഓപ്പൺ ആയത് നല്ല ഹെൽപ്ഫുള്ളാണ്. ഇനി എന്തായാലും നമ്മൾ ഇങ്ങോട്ടേ വരുള്ളൂ. ബുഷൈനൻ്റെ ഗോൾഡ്, ബുഷൈനൻ്റെ മഹാറാണെങ്കിലും എൻഗേജ്മെൻറ്റ് ഗോൾഡ്, ഇതൊക്കെ ആൻറ്റി ഗോൾഡ് നിന്നാണ് നമ്മൾ മേടിച്ചത്. പിന്നെ ഞാൻ കുറേ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറീസ്, ബ്രാസ്ലെറ്റ്സ് അതുപോലത്തെ സാധനങ്ങളൊക്കെ ഇവിടുന്ന് മേടിച്ചിട്ടുണ്ട്. ബേബിക്കുള്ള ബ്രാസ്ലെറ്റ്, ചെയിനൊക്കെ, ബാങ്കിലൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ ഹസ്ബൻഡിനെ 29th വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് എന്തായാലും വരണം, ഷോപ്പ് ഓപ്പണിംഗ് ആണെന്ന്, അന്ന് വരണം എന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇൻവൈറ്റ് ചെയ്തിട്ടും പോകാൻ പറ്റിയിട്ടൊന്നുമില്ലായിരുന്നു. അന്ന് ആൾ ബാംഗ്ലൂരിലായിരുന്നു, അതുകൊണ്ട് പോകാൻ പറ്റിയില്ലായിരുന്നു. വന്നപ്പോൾ ആസിഫിച്ച ഇങ്ങനെയൊക്കെ ചോദിച്ചു, എന്താ വരാഞ്ഞെന്നൊക്കെ ചോദിച്ചു. ഈ ഫേസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ അല്ലേ? ആസിഫ് മാളികയെക്കുറിച്ച് ഞാനൊന്നും എക്സ്ട്രാ പറയണ്ടല്ലോ. നല്ല ക്ലോസാണ്, കസ്റ്റമേഴ്സിനോടൊക്കെ നല്ല ക്ലോസ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരാളാണ്. ഹലോ, ആസിഫ് മാളികയാണ്. ഇന്ന് നമുക്ക് നമ്മളെ ഫാസിൽ വന്നിട്ടുണ്ട്. ഇവനെ ഞാൻ 29-ാം തീയതി വരണമായിട്ടല്ല വിളിച്ചത്, പക്ഷേ എത്തിയത് 2-ാം തീയതി. ഓക്കെ, കുറച്ച് ബിസി ഉണ്ടായി. ഫാസിലിനെ ഞാൻ പറയാണ്ട് നിങ്ങൾക്കറിയാം, നമ്മൾക്കിത് യുവഗായകനാണ് അല്ലേ. ഒരു പാട്ട് നമുക്ക് വേണ്ടി പാടി ഇറങ്ങിയോ? ചെറിയ 2 പേര് എന്തായാലും പാടിയേ പറ്റും. അപ്പോൾ എന്തായാലും എനിക്ക് നാണക്കെടായി പറഞ്ഞു. അത്യാവശ്യം കുറേ കസ്റ്റമർ ഉണ്ട്, അപ്പോൾ അവർ മുമ്പ്. പക്ഷെ ഒരു ഗായകന്മാർക്ക്, അതൊരു കലാകാരന്മാർക്ക് നാണക്കെട് വരെ പാടില്ല അല്ലേ? ഇനി എന്ത് നാണക്കെട്, എന്ത് കന്നഡ ചെല്ലല്
നാച്ചിക്ക് ഓക്കെ. എന്തായാലും കളക്ഷൻസ് എങ്ങനെയുണ്ട്? അടിപൊളി കളക്ഷൻസ് ഉണ്ട്. ഓൾറെഡി കാസർഗോഡിൽ ഞാൻ പോകുന്നുണ്ട് റെഗുലറായിട്ട്. ബട്ട് അവിടുന്ന് കൂടുതലാണ് ഇപ്പോൾ ഇവിടെ കളക്ഷൻസ് ഉള്ളത്. അപ്പോൾ എല്ലാ ആൾക്കാരും വിസിറ്റ് ആക്കണം മസ്റ്റായിട്ട്. കളക്ഷൻസ് നല്ല ഉണ്ട്. അതെ, കൂടാണ്ട് നമ്മളെ ഈ ഒരു കസ്റ്റമർ ബന്ധമല്ല ഉള്ളത്, ഇതിൻ്റെ ഉള്ളിലുള്ള ബന്ധമെന്നല്ല, ആത്മബന്ധം, ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അത് ഇന്നൊന്നല്ല, ഒരു 4 years ആയിട്ടുണ്ടാവല്ല ഇൻഷാല്ലാ. 4 years ആയിട്ടുള്ള ബന്ധം. പിന്നെ അപ്പോൾ ഇന്നും അത് നിലനിൽക്കട്ടെ. എന്തായാലും വന്നല്ലോ, വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നിൻ്റെ ഫ്രണ്ട്സിനോടും അതുപോലെ ഫാമിലിയിലും ചെല്ലാം. ഇനി മംഗലാപുരത്ത് നിന്ന് കാസർഗോഡൊക്കെ ഒന്ന് പോകണ്ട, നമ്മൾ ചങ്ങൻ്റെ പിടികെട്ടുന്ന ലോങ് പോകുന്നു കാസർഗോഡ്. അടുത്ത് തന്നെ ഉണ്ട്. അതെ, തീർച്ചയായും കളക്ഷൻസ് നല്ല ഉണ്ട്, അടിപൊളിയുണ്ട്. താങ്ക് യു. അപ്പോൾ കളക്ഷൻസ് എല്ലാം നല്ല ഉണ്ടെന്ന് ഞാൻ ചെല്ലുന്നല്ല, നിങ്ങൾ നാട്ടുകാർ, നിങ്ങൾ ചങ്ങായി ചെല്ലുന്നത്. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മളെ മാംഗ്ലൂർ തൊക്കോട്ട് ഷോറൂം വിസിറ്റ് ആക്കാം. അപ്പോൾ ഇവൻ്റെ ഫാമിലിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഒന്ന് പറയാണ്ട് എന്തറിയോ, യോൻ്റെ ഫാമിലി, ഓൻ്റെ വൈഫ് പുതിയൊരു വ്ളോഗിൽ തുടങ്ങിയിട്ടുണ്ടല്ലേ ചാനൽ. എന്ത് ചാനലിൻ്റെ പേര്? എന്ത് പോലെ ചാനലിൻ്റെ പേര്? ബ്ലോഗ്സ് ബൈ ബി വി. ബ്ലോഗ്സ് ബൈ ബി വി. മാഷാ അല്ലാ. അപ്പോൾ നമുക്ക് അതിനുള്ള സപ്പോർട്ട് ആക്കണം. ഓക്കെ. അപ്പോൾ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അല്ല ഹൈറിലാകട്ടെ. കസ്റ്റമർ വിടാൻ മറക്കണ്ട. ഓക്കെ, ഇൻഷാല്ലാ. ഇവിടുത്തെ എവറി സ്റ്റാഫാണെങ്കിലും അങ്ങനെ തന്നെയാണ്, നല്ല ക്ലോസ് ആണ്. എത്ര ചോദിച്ചാലും ഒരു മടിയില്ലാണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞു തരാണെങ്കിലും അല്ലെങ്കിൽ എല്ലാത്തിനും അടിപൊളിയാണ്. മെയിൻലി നമ്മളെ ഇവിടെ അട്രാക്റ്റ് ആക്കാനുള്ള മെയിൻ റീസൺ തന്നെ അതുതന്നെയാണ്. നമ്മൾ ഗോൾഡ് മേടിക്കാൻ വന്നത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും, ഇത് എൻഗേജ്മെൻറ്റിനാണ് ഗോൾഡ് മേടിക്കാൻ വന്നത്. ഞാൻ വീഡിയോ ഇടാൻ കുറച്ച് ഡിലേ ആയിപ്പോയി. പിന്നെ ഉണ്ടല്ലോ, ഈ മാംഗ്ലൂർ അടുത്തുള്ള ആൾക്കാർ എന്തായാലും ഇവിടെ വിസിറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഗോൾഡൊക്കെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു ഷോറൂമാണിത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും വിസിറ്റ് ചെയ്യാം. പിന്നെ ബില്ലിങ്ങൊക്കെ കഴിഞ്ഞു. പിന്നെ ഉണ്ടല്ലോ അവിടെ ഷോപ്പ് ഓപ്പണിംഗ് അല്ലേ, അങ്ങനെ നമ്മുടെ പേരെഴുതി ഈ ബോക്സിലേക്ക് ഇടുക. നമ്മളോടും പറഞ്ഞു ജസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട്, ഞാൻ പറഞ്ഞിട്ട് ആ ബോക്സിലിടുകയാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് വരുമല്ലോ ഇതിൽ എൻ്റെ പേരല്ലേ ഉണ്ടാവുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ചുമ്മാ ഇങ്ങനെയൊക്കെ ചോദിച്ചു ഞാൻ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി. ഇൻഷാ അല്ലാ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ. ആസിഫ് മാളിക്കാണ് ഇന്ന് എൻ്റെ കൂടെ. നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട് ഫാസിൽ പരുത്തിപ്പാടിയുണ്ട്. 29th വിളിച്ചതാണ്, പക്ഷേ മൂപ്പർ എത്തിയത് ഇന്നാണ്. എന്തായാലും ആൻറ്റി ഗോൾഡിൻ്റെ തൊക്കോട് ഷോറൂമിലേക്ക് സ്വാഗതം. ഇനിയിപ്പോൾ നീ മംഗലാപുരത്തേക്ക് പോകേണ്ട വരെ, അല്ല സോറി കാസർഗോഡേക്ക് പോകേണ്ട വരെ അല്ലേ? ഇടയ്ക്കിടയ്ക്ക് പുള്ളി എന്നെ വിളിക്കും, നിങ്ങൾ ആടത്തേക്ക് എത്താൻ പണിയെത്തേണ്ട ആസിഫാൻ. ഇനിയിപ്പോൾ ആ ടെൻഷൻ മാറിയില്ലേ? എന്തായാലും കസ്റ്റമറോട് 2 വാക്ക് പറയല്ലോ. ಶೋರ್. ಎಲ್ರಿಗೂ ನಮಸ್ಕಾರ. ಆ್ಯಕ್ಚುಲಿ ಇದು ಆ್ಯಂಟಿ ಗೋಲ್ಡು ತೊಕ್ಕೋಟಲ್ಲಿ ಇರೋದ್ರಿಂದ ಕನ್ನಡದಲ್ಲಿ ಮಾತಾಡ್ತೀನಿ. ಸೊ ವಿಷಯ ಏನಂದರೆ, ಆ್ಯಂಟಿ ಗೋಲ್ಡ್ ಕಾಸರಗೋಡಲ್ಲಿ ಮುಂಚೆ ಬ್ರಾಂಚ್ ಇತ್ತು. ಇವಾಗ ರೀಸೆಂಟ್ಲಿ ಒಂದು 10 days ಬ್ಯಾಕಿಂದ ಇವಾಗ ಇಲ್ಲಿ ನಮ್ಮ ಮಂಗಳೂರಿನ ತೊಕ್ಕೋಟಲ್ಲಿ ಓಪನ್ ಆಗಿದೆ. ಸೊ ಒಳ್ಳೊಳ್ಳೆ ಕಲೆಕ್ಷನ್ಸ್ ಇದೆ. ಅದೇ ರೀತಿ ಇಲ್ಲಿಯ ಸ್ಟಾಫು ಎಲ್ಲ ಚೆನ್ನಾಗಿ ಎಕ್ಸ್ಪ್ಲೈನ್ ಮಾಡ್ತಾರೆ. ಸರ್ವಿಸು ಹಂಗೆ ಸೂಪರ್ ಸಖತ್ತಾಗಿದೆ. ಮತ್ತು ನಮ್ಮದು ಮೇಕಿಂಗ್ ಚಾರ್ಜ್ ತುಂಬ ಕಮ್ಮಿ ಕೊಡ್ತಾರೆ ಇಲ್ಲಿ, ಅಂದರೆ ಬೇರೆ ಕಂಪೇರ್ ಮಾಡಿದರೆ ಈ ಮೇಕಿಂಗ್ ಚಾರ್ಜ್ ತುಂಬ ಕಮ್ಮಿ ಇದೆ. ಅದೇ ರೀತಿ 30 years ಎಕ್ಸ್ಪೀರಿಯನ್ಸ್ ಕೂಡ ಇದೆ ಇವರಿಗೆ. ಸೊ ಇವ್ರದ್ದು ಮೇನ್ ಏನಂದರೆ ಕಸ್ಟಮರ್ ಸರ್ವಿಸ್ ತುಂಬ ಚೆನ್ನಾಗಿದೆ. ಯಾರೊಬ್ಬರು ಕಸ್ಟಮರ್ ಗ್ರಾಮ್ ಕಮ್ಮಿ ಆದ್ರೂ ಜಾಸ್ತಿ ಆದರೂ ಒಂದೇ ಥರ ಟ್ರೀಟ್ ಮಾಡ್ತಾರೆ. ಎಂದು ಇವಾಗ ಯೂಶುವಲ್ ಆಗಿ ಬೇರೆ ಕಡೆ ಹೋದರೆ ಗ್ರಾಮ್ಸ್ ಅಂದರೆ ಗೋಲ್ಡ್ ಜಾಸ್ತಿ ಬೈ ಮಾಡ್ತಾರೆ, ಅಂಥವ್ರಿಗೆ ವ್ಯಾಲ್ಯೂ ಕೊಡ್ತಾರೆ, ಕಮ್ಮಿ ಕೇರ್ ಮಾಡಲ್ಲ. ಆ ಥರ ಇಲ್ಲ, ಕಮ್ಮಿ ಆದರೂ ಜಾಸ್ತಿ ಆದರೂ ಒಂದೇ ಲೆಕ್ಕ ಇರ್ತಾರೆ, ಇದು ಕಸ್ಟಮರ್ ಸರ್ವಿಸ್ ಕೊಡ್ತಾರೆ. ಹಾಗೆ ಕಲೆಕ್ಷನ್ಸ್ ತುಂಬ ಚೆನ್ನಾಗಿದೆ. ಇವಾಗ ನಮ್ಮದು ಮಂಗಳೂರಿಂದ ಬರೋರಿಗೆಲ್ಲ ಕಾಸರಗೋಡು ತುಂಬ ಲಾಂಗ್ ಆಗ್ತಿತ್ತು, ಇವಾಗ ತೊಕ್ಕೋಟೋದ್ರಿಂದ ತುಂಬ ಹತ್ತಿರ ಆಗುತ್ತೆ. ಸೊ ಎಲ್ಲರೂ ಮಸ್ಟಾಗಿ ವಿಸಿಟ್ ಮಾಡಬೇಕು ಇಲ್ಲಿ. ಅದೇ ರೀತಿ ಇವರಿಗೆ ಸಪೋರ್ಟ್ ಮಾಡಬೇಕು. ಥ್ಯಾಂಕ್ ಯು. ഓക്കെ, എന്തായാലും വളരെ വളരെ നന്ദി.